പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നു. സൂചന നൽകി ഇറാനും അമേരിക്കയും. ഖത്തറിന്റെ മധ്യസ്ഥർ മുഖേന തന്നെ നടന്ന ചർച്ചയിൽ ശുഭവാർത്തയാണ് വരുന്നത്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായേക്കുമെന്ന ലക്ഷ്യവുമായിട്ടാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളുമായി തന്നെ ചർച്ച നടത്തിയത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഹോർമൂസിൽ സംഘർഷത്തിന് അയവ് വരുത്താൻ ഇറാനും US-ഉം തമ്മിൽ ധാരണയായതായും ഇവിടെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ നിയന്ത്രണം ആർക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഇരുപക്ഷവും തമ്മിൽ ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഖത്തറിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജരേദ് കുഷ്ണറും സാങ്കേതിക തല ചർച്ചകളുടെയും ഭാഗമായില്ല. എന്നാൽ ഇരുവരും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അഥാനിയുമായി തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വിദേശകാര്യ സഹമന്ത്രി കാസിം ഖരീബാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിലേക്ക് പോവുകയാണ് എങ്കിൽ അവർ US പ്രതിനിധികളുമായി തന്നെ നേരിട്ട് ചർച്ച നടത്തില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. വാരാന്ത്യത്തിൽ ഇറാനും US-ഉം വീണ്ടും ഏറ്റുമുട്ടിയതോടുകൂടി തന്നെ ഇടക്കാല സമാധാന കരാർ അന്തിമമാകാനുള്ള ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഖത്തർ ചർച്ച നടക്കുമോ എന്നും US-ഉം പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാനും ഇത് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു ചർച്ചയും നിശ്ചയിച്ചിട്ടില്ല എന്നും ഖത്തറും വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകില്ല എന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഇനി അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമ തീർപ്പുണ്ടാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കാനിരിക്കെ തന്നെ ഇപ്പോൾ അടുത്തഘട്ട ചർച്ചകൾ അതിനുശേഷം മാത്രമേ തുടരൂ എന്നതാണ് വിവരം. ജൂലൈ 4 മുതൽ 9 വരെയാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അന്തിമ കരാറിൽ എത്താൻ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും പ്രതിനിധികൾ മുഖേന തന്നെ ഇരു രാജ്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യും. 2 ആഴ്ച മുൻപ് ഇറാനും US-ഉം ഒപ്പുവെച്ച ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിലെ പുരോഗതിയും ഇവിടെ എടുത്തു പറയും. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിലേക്ക് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിനും BJP നേതാക്കൾക്കും ഉൾപ്പെടെ ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങളുടെ കണ്ണുകൾ പോലും ഇറാനിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ചരിത്ര നിമിഷത്തേക്ക് പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും 90-ലധികം രാജ്യങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഇതിനോടകം തന്നെ 30 രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇത് വെറും ഒരു ശവസംസ്കാര ചടങ്ങ് മാത്രമായിരിക്കില്ല, മറിച്ച് ആഗോള ശക്തികൾ ഉറ്റുനോക്കുന്ന ലോക രാഷ്ട്രീയത്തെയും ഇസ്ലാമിക രാജ്യങ്ങളെയും ഒരേപോലെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു വൻ തന്ത്രപരമായ ഒത്തുചേരലാണ്. രാഷ്ട്രീയം, പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ, ഇസ്ലാമിക ലോകത്തിന്റെ ഭാവി എന്നിവയെ സ്വാധീനിക്കാൻ സാധ്യമായുള്ള ഒരു നിർണായക നയതന്ത്ര വേദിയായാണ് ഈ ചടങ്ങിനെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.